വിഗ്രഹങ്ങളിൽ എന്തെങ്കിലും ഡാമേജ് വന്നാൽ അത് മാറ്റി വയ്ക്കും. കരിങ്കലിന്റെ വിഗ്രഹം പൂജാമുറിയിൽ വെക്കാൻ പാടില്ല. ഇപ്പൊ വീടുകളിൽ കല്ലിന്റെ വിഗ്രഹം അല്ല, അതല്ലാണ്ടാണെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ ഓടിന്റെ വിഗ്രഹം, പഞ്ചലോകത്തിന്റെ വിഗ്രഹങ്ങൾ, അപ്പൊ അതിലും ഇതുപോലെ നെഗറ്റീവ് എനർജി വരും. അപ്പൊ അന്തരീക്ഷത്തിന് മാറ്റം വരുന്നു, നമുക്ക് മനസ്സിൽ സമാധാനക്കേട് അറിയുള്ളൂ. അത് ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളിലെ ചെറിയ പൊട്ടലും ഇതൊക്കെ വരുന്ന സമയത്താണ് അഷ്ടബന്ധം സ്ഥാപിക്കുക എന്ന് പറയുന്നൊരു ചടങ്ങ് നടത്തുന്നത്. മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ വിഗ്രഹങ്ങളും മാറ്റാൻ പറ്റില്ല. ചിലപ്പോൾ ഋഷീശ്വരന്മാർ പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും അങ്ങനെ മാറ്റാൻ പറ്റില്ല. പ്രധാനപ്പെട്ട ഈ കഴുത്ത്, അതുപോലെ ഈ നാഭി, ഇവിടെയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ അത് മരണപ്പെട്ടു പോലുള്ള സംഭവമായിട്ടാണ് കണക്കൂടുന്നത്. ഈ അഷ്ടബന്ധം സ്ഥാപിച്ചിട്ട് ചിലപ്പോൾ അവർ ചെയ്തു എന്ന് വെച്ചോ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിക്കില്ലേ ക്ഷേത്രത്തിലുള്ളവർക്കൊക്കെ ആയിട്ട്? ഇതിപ്പോ നമ്മള് സുബ്രഹ്മണ്യന്റെ ഒരു രൂപമായിട്ടുള്ള വിഗ്രഹമാണ്. ഇതുവരെ കണ്ടിട്ടില്ല ഈ സർപ്പവും മുരുകനും കൂടി വരുന്ന ഒരു വിഗ്രഹം. അതുപോലെ നാഗേഷിക്ക് അതേപോലെ തന്നെ രൂപമായിട്ട് പാമ്പിനെ പിടിച്ചിട്ടുള്ള രൂപമാണ്. അതേപോലെ തന്നെ നാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മണിനാഗം, അഞ്ജനമണിനാഗം, പിന്നെ കരിനാഗം ഉണ്ട്. ഈ കരിനാഗം എപ്പോഴും സെപ്പറേറ്റ് ഒരു തറയുമ്പോഴാണ് ഇരിക്കേണ്ടത്. ശിവലിംഗത്തിന് 3 ഭാഗങ്ങളുണ്ട്. മണ്ണിൽ നിൽക്കുന്ന ഭാഗം ബ്രഹ്മാവാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ പീഠത്തിന്റെ ഉൾഭാഗം വിഷ്ണുവാണ്. അതിന്റെ മേൽഭാഗത്തുള്ള ഭാഗത്താണ് നമ്മൾ കാണുന്നുള്ളൂ. ശിവലിംഗത്തിന് മൊത്തം അതിന്റെ 3 ഇരട്ടിയോളം ഉയരണ്ടാവും. ഞാൻ 17 വയസ്സിൽ തുടങ്ങിയതാണ്. ഇപ്പൊക്ക് 47 വയസ്സായി. ആദ്യകാലങ്ങളിൽ ഉളിയും ചുറ്റിയും തന്നെയാണ് ആയുധമായിട്ട് ഉണ്ടായിരുന്നത്. അതൊക്കെ ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ അതന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഒരു 2000 കാലഘട്ടത്തിൽ എത്തിയപ്പോൾ ഒരു മെഷീൻസുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അമ്മടച്ചനായിട്ടാണ് തുടങ്ങിയത്. ഒരു 100 കൊല്ലത്തെ പഴക്കമുണ്ട്. അവിടെ ഈ ആര്യങ്കാവ് അമ്പലത്തിന് ബിംബം അമ്മടച്ചൻ ഉണ്ടാക്കിയതാണ്. അത് ഇപ്പോൾ 1116 അതിൻ്റെ പ്രതിഷ്ഠ. 100 കൊല്ലം പഴക്കമുണ്ട്. കല്ലുകളെ ദൈവമാക്കുന്ന അത്ഭുത കൈകൾ. പാറക്കല്ലുകളെ ഭക്തിയുടെയും സൗന്ദര്യത്തിന്റെയും പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന ഒരു ശില്പശാലയിലാണ് നാം ഇന്നുള്ളത്. വിഗ്രഹങ്ങളായി പിറവിയെടുക്കാൻ പോകുന്ന കല്ലുകളാണിത്. ഇതിനു പിന്നിൽ ഒരുപാട് കലാകാരന്മാരുടെ കഠിനാധ്വാനവും പ്രയത്നവുമുണ്ട്. ശില്പങ്ങൾ ഉണ്ടാക്കുന്ന രീതിയെപ്പറ്റി നമുക്ക് പറഞ്ഞു തരാൻ ശില്പി കെ വേലായുധനാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമുക്ക് അച്ഛനോട് ചോദിക്കാം. നമസ്കാരം. അച്ഛൻ എത്രാമത്തെ വയസ്സിലാണ് ഇതിന്റെ ഭാഗമാകുന്നത്? ഭാഗമായി കല്ലിൻ്റെ പണി തുടങ്ങി 11 വയസ്സിൽ തുടങ്ങി അച്ഛൻ്റെ കൂടെ. അത് കഴിഞ്ഞ് ഒരു 19-20 വയസ്സ് ഞാൻ പിന്നെ സ്ഥലം വിട്ടു. വേറെ ഓരോരുത്തരുടെ കൂടെ പണിക്ക് പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞ് 23 വയസ്സിലാണ് ഇവിടെ വന്നത്. ഈ പാരമ്പര്യത്തില് വന്നിട്ട് അതിനുശേഷം ഇപ്പൊ മക്കളും അടുത്ത തലമുറയും ഇതിന്റെ ഭാഗമായി. അപ്പൊ അതിനെങ്ങനെ നോക്കിക്കാണും? ഇനിയുള്ള തലമുറയിലേക്ക് ഇത് പഠിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഭാവമാണ്. കാരണം കല്ലുകളൊന്നും കിട്ടാൻ വഴിയില്ല. പിന്നെ ഒന്നാമത് ഈ പൊടിയുടെ തല്ലും കാര്യങ്ങളൊക്കെ വരുന്ന കാരണം കൊണ്ട് എവിടെയും പണി കഴിക്കാനായിക്കില്ല. അച്ഛന്റെ ചെറുപ്പം തൊട്ടേ അച്ഛൻ ഈ ഉളിയുടെ ശബ്ദവും കാര്യങ്ങളൊക്കെ ആണല്ലോ കേൾക്കുന്നത്. അന്ന് ഈ മോട്ടോർ വാനൊന്നുമില്ല. അതൊക്കെ ഇപ്പോൾ ഈ കാടാമ്പുഴയിൽ പണിയൊക്കെ എടുത്തു. അന്ന് മുതലൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ഈ തേങ്ങ ഉടച്ച നാരും വെള്ളമൊക്കെ അതിന് ഒട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ അത് കഴുകിയ പോകണമെങ്കിൽ നല്ല മിനുസം വേണം. അന്ന് മുതലാണ് ഈ മോട്ടോർ വയ്ക്കുക. ഇതിനും എത്ര വർഷം മുന്നേ തുടങ്ങി എന്നുള്ള എന്തെങ്കിലും? അമ്മടച്ചനായിട്ടാണ് തുടങ്ങിയത്. ഒരു 100 കൊല്ലത്തെ പഴക്കമുണ്ട്. അവിടെ ഈ ആര്യങ്കാവ് അമ്പലത്തിന് ബിംബം അമ്മടച്ചൻ ഉണ്ടാക്കിയതാണ്. അത് ഇപ്പോൾ 1116 അതിൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞ് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെയും കുറച്ച് മുമ്പ് തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. 100 കൊല്ലം പഴക്കമുണ്ട്. കല്ലുകൾ തിരഞ്ഞെടുക്കുന്നത് തൊട്ട് ശില്പങ്ങൾ പൂർത്തിയാക്കുന്നത് വരെയുള്ള രീതികളെ പറ്റി ഒന്ന് പറഞ്ഞു തരാമോ? കല്ല് മണ്ണിൽ നിന്ന് മാന്തി നോക്കണം. എന്നിട്ടത് കറുപ്പുണ്ടോ, നമുക്ക് അമ്പലത്തിൻ്റെ പണിക്ക് വിഗ്രഹപ്പണിക്ക് പറ്റുമോ ഇല്ലയെന്ന് നമ്മൾ ഉളിയെടുത്ത് അടിച്ച് നോക്കി അതിന് തീപ്പൊരി ഇങ്ങനെ പോകണം. കല്ലിൻ്റെ കറുപ്പ് ഇതേപോലെ കറുപ്പ് ഇങ്ങനെ കാണാം. അപ്പോൾ ഒക്കെ മണ്ണിൻ്റെ ഉള്ളിലാവേണ്ട ഈ പാറ അതിൻ്റെ മുകളിൽ തോലൊക്കെ വരുന്നത്. അത് നോക്കി എടുത്തിട്ടാണ് ചെയ്യാറ്. അന്ന് മുമ്പ് കാലത്ത് കല്ലെടുക്കണമെങ്കിൽ കല്ലിൻ്റെ ഒരു പൂജയൊക്കെ കഴിക്കാണ്ട് അത് സമ്മതം വാങ്ങി എന്നിട്ടാണ് അത് ചെയ്യാറ്. പിന്നെ ഇവിടെ കൊടുത്തിട്ട് പണിയെടുക്കലാണ് എന്നത്. തിരഞ്ഞെടുക്കുന്ന കല്ലുകൾ ഏത് തരം കല്ലുകളാണ്? അത് കൂടുതലും കൃഷ്ണശില കല്ലാണ് എടുക്കല്. 5-6 തരം ഉണ്ട്. അതൊന്നും വിഗ്രഹത്തിന് പറ്റില്ല. അതൊക്കെ പീഠത്തിനോ അല്ലെങ്കിൽ വേറെ കട്ടളയ്ക്ക് ഓവന് സോപാനത്തിന് ഇങ്ങനെയുള്ളതിനൊക്കെ കൂടുതലായി എടുക്കുള്ളൂ. ഇത് കൃഷ്ണശില
കൃഷ്ണശില കല്ല് വേണം. ശില്പങ്ങൾ പൂർത്തിയാക്കുന്നതിന് എത്ര ദിവസം കാലയളവ് ഉണ്ടാവും? അത് വലിപ്പത്തിനനുസരിച്ചേ പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ 2 മാസം 3 മാസം ചില 6 മാസം മുമ്പ് 6 മാസമൊക്കെ പിടിച്ചിരുന്നു. അന്ന് ഈ മോട്ടോർ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾ ഒറ്റയ്ക്ക് ഇരുന്ന് പണിയെടുക്കണം. വലിയ ബിംബം വെച്ചാലും ഒരു കൊല്ലൊക്കെ ആവും. ഒറ്റയ്ക്ക് ഒരാൾക്കല്ലേ പണിയാൻ പറ്റുള്ളൂ, മുമ്പിൽ 2 ആൾ 3 ആൾ പണിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ കൊല്ലൊക്കെ പിടിക്കാറുണ്ട്. അച്ഛൻ ആദ്യമായി കൊത്തിയ ശില്പം ഏതാണ്? ആദ്യം അയ്യപ്പൻ്റെയാണ്. അയ്യപ്പൻ്റെ ബിംബം അത് മധുരക്കാണ് കുറച്ച് വിട്ട്. മധുര മീനാക്ഷി പറഞ്ഞ അമ്പലത്തിൻ്റെ അടുത്ത് ഒരു തറവാട്ടിലൊക്കെ ആയിട്ട് കൊണ്ട്. പിന്നെ ഗണപതി അയ്യപ്പൻ പലതിൻ്റെ ബിംബമൊന്നുമില്ല. അയ്യപ്പൻ 3 കുഴയായിട്ടുള്ളൊരു അയ്യപ്പുണ്ട്, പിന്നെ ഒറ്റക്കുഴയുള്ളതുണ്ട്, സ്വരൂപമുള്ള അയ്യപ്പനുണ്ട്, അമ്മണപ്പടി ഇട്ടിരിക്കുന്ന അയ്യപ്പൻ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആദ്യം പണിയിരിക്കുന്നത്. അച്ഛൻ കൊത്തിയതിൽ അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഗ്രഹം ഏതായിരുന്നു? എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട് വിഷ്ണുവിൻ്റെ ബിംബമാണ്. അതെങ്ങോട്ടാ കൊടുത്തു വിട്ടേ? അത് എന്നെ ദിക്കിലിക്കാന്ന് പറയുമ്പോൾ അതിപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്. പൊതുവെ അച്ഛൻ കൊത്തുന്നതിൽ മഹാവിഷ്ണുവിന്റെ ശില്പമാണ് എനിക്ക് കൂടുതലും അനുഭവവും ഒരു ഐശ്വര്യം എനിക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണ്. അങ്ങനെ എന്തെങ്കിലും എടുത്തു പറയാനുള്ള എന്തെങ്കിലും എടുത്തു പറയാനൊന്നുമില്ല. നമ്മൾ സ്വപ്നത്തിലൊക്കെ കാണും രൂപമൊക്കെ. ഞാൻ ഇവിടെ കണ്ണൂർ ഭാഗത്തൊരു വിഷ്ണുവിൻ്റെ ബിംബം പോയി അളവെടുത്തു. അപ്പോൾ അത് എടുത്തിട്ട് പോകുന്നവിടുന്ന് വരുമ്പോൾ എനിക്ക് അത് പണിയാൻ പറ്റില്ല, പാടില്ല എന്നുള്ള ഒരു അനുഭവം കിട്ടി. കാരണം അത് പഴക്കം ചെന്ന ബിംബമാണ്, അത് കെട്ടിച്ചാൽ മതി, അതുകൊണ്ട് അത് മാറ്റാൻ പാടില്ല എന്നുള്ള സ്വപ്നം കണ്ടു. അതെന്താ അവർ വിളിച്ച് പറഞ്ഞപ്പോൾ ശരി. എന്നിട്ട് അവരത് മാറ്റിയതില്ല, വേറെ ഇത് കെട്ടിച്ച് ഇപ്പോഴും അത് തന്നെയാണ്. അതിനപ്പുറം അത് തന്നെയാണ്. അച്ഛൻ ചെയ്ത ഒരു ശില്പം അച്ഛൻ അമ്പലത്തിലേക്ക് കൊടുത്തു വിട്ടിട്ട് പിന്നെ അവിടെ ചെന്ന് അത് ആ ഒരു പൂജാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരു ശക്തിയൊക്കെ വരുമല്ലോ, ഈ ശക്തിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് കാണുമ്പോൾ എന്താണ് അച്ഛൻ തോന്നാറ്? നമ്മൾ നേരിട്ട് ചെന്ന് തൊഴുകാൻ പാടില്ല. അച്ഛനമ്മയെ കാണും പോലെയാണ് മകനെന്നുള്ള മകളെന്നുള്ള സങ്കല്പമല്ലേ വരിക. അപ്പോൾ അച്ഛനെ കണ്ട ദേവി അല്ലെ ദേവൻ അവിടെ നിൽക്കണം അച്ഛനെ കാണുമ്പോഴേ. അപ്പോൾ അതിനുള്ള ഇടം വരാൻ പാടില്ല, നമ്മളൊരു സൈഡിൽ നിന്നിട്ട് തൊഴുകാൻ പാടുള്ളൂ. അയ്യപ്പനെയാണല്ലോ കൂടുതൽ ഇഷ്ടം. എന്തുകൊണ്ടാണ് അയ്യപ്പനോടൊരു പ്രത്യേക സ്നേഹം? അമ്മാവൻ്റെ കൂടെ വന്നതിന് ശേഷം അമ്മാവനെ ഒരുമിച്ചാണ് ശബരിമലയ്ക്ക് പോയത്. അപ്പം എനിക്കൊരു 10-24 വയസ്സായിട്ടുള്ളൂ. 24-25 അന്ന് എന്നെ കൊണ്ടുപോയത്. അതുവരെ ഞാൻ മലയ്ക്ക് പോയിട്ടില്ല. അപ്പോൾ അത് പോയതോടെ കൂടെ എനിക്ക് അയ്യപ്പനോടൊരു മാധുര്യം വന്നു. അങ്ങനെ ആ അയ്യപ്പൻ എൻ്റെ ഉപാസന എന്നുള്ളത് എവിടേക്ക് പോകുമ്പോഴും എങ്ങോട്ട് ഇറങ്ങുമ്പോഴും നമ്മൾ ഉറങ്ങുന്ന ഉറക്കത്തിലും അയ്യപ്പ എന്നാണ് വിളിക്കില്ല. അതങ്ങനെ ഒരു ധാരണ വന്നു പോയതാണ്. ഈ ഒരു കലയ്ക്ക് പ്രത്യേകമായ ഒരു അംഗീകാരം ലഭിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ലഭിക്കാച്ച ഇത് കൊത്തി കൊടുത്ത് അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ആരുമല്ല. പിന്നെ ശില്പീന് ആരത് ഉണ്ടാക്കിയല്ലേ ശില്പി ആരാന്നൊന്നും ചോദിക്കില്ല. സമൂഹത്തിൽ പൊതുവെ ഇതിനോടൊരു അംഗീകാരം ലഭിക്കുന്നുണ്ടോ? മുമ്പ് ഉണ്ടായിരുന്ന മാതിരിയൊന്നും ഇല്ല. ഇപ്പൊ കച്ചവടപ്പണി പോലെയാണ്. ഇത് കല്ലൊക്കെ കിട്ടി കൊണ്ടുവരണമെങ്കിൽ മുമ്പൊക്കെ ഇപ്പോൾ JCB ക്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ മുമ്പ് കാളവണ്ടിയിലാണ് കൊണ്ടുവരും. അതിൽ ഉന്തിത്തള്ളിയിട്ട് കല്ല് അതിനുള്ളിൽ കയറണമെങ്കിൽ അത് വണ്ടി അവിടേക്ക് ചെല്ലുന്നവർക്ക് അവിടെ നിന്ന് മറക്കണം. 3-4 ദിവസമൊക്കെ ആളെ കൂട്ടിയിട്ട് വേണം മറിച്ചിട്ട് വണ്ടി വരുന്നവർക്ക് ആക്കാൻ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കും. പിന്നെയാണ് JCB വന്ന്, അത് കഴിഞ്ഞ് ക്രെയിനായി. ഇപ്പോൾ സൗകര്യങ്ങളുണ്ട്. അത് കിട്ടാനില്ല, വണ്ടി ചെല്ലുന്നിടത്ത് കിട്ടണ്ടേ. കുന്നിൻ്റെ മുകളിലാണ് വണ്ടി ചെല്ലില്ല. അങ്ങനെ കിട്ടുന്ന പിന്നെ മണ്ണിനുള്ളിൽ കിടക്കുന്ന ചില വേണം, അതേ നന്നാവുള്ളൂ. മറ്റേത് അതിൻ്റെ കേടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഈ കോറിയിലുള്ള സാധനങ്ങളൊക്കെ വെച്ചാൽ അത് വെടിപൊട്ടിയതല്ലേ, അതൊക്കെ ചിന്നിൽ വരും. അപ്പോൾ അതൊന്നും ഇതിനെടുക്കാൻ പറ്റില്ല. ശില്പങ്ങൾ നിർമ്മിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യേക ശാരീരികമായ തയ്യാറെടുപ്പുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഒരു കഠിനാധ്വാനമല്ലേ ഇത്? അല്ല, പക്ഷെ കഠിനാധ്വാനം ഒരു കല്ല് മുറുക്കുകയോ പൊളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അധ്വാനം തന്നെയാണ്. പണി അത് ഒരു ഇതാവുന്നവർക്കും അധ്വാനം തന്നെ. പടുവറ കഴിക്കുക എന്ന് പറയും. ഈ പൊടിയടിക്കുന്നതോ അങ്ങനെയൊക്കെ കൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളും അത് വന്നിട്ടില്ല. അത് വരും ക്രമേണ. നമ്മൾ എൻ്റെ ചെറുപ്പത്തിലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴുള്ള കുട്ടികളൊക്കെ പഠിക്കണമെങ്കിൽ ഇപ്പം ആരും വരുന്നില്ലേനെ പൊടിയാവുമെന്ന് വെച്ചിട്ട്. പിന്നെ അടുത്തൊന്നും ഇരുന്ന് പണിയാനായിക്കില്ല. പിന്നെ കുന്നിൻ്റെ മുകളിൽ അവിടെ പോയിട്ട് പണിയാനില്ല. ഇപ്പോൾ കല്ലുകളൊക്കെ കട്ട് ചെയ്യാനായിട്ട് മെഷീനുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും കൈപ്പണിയുടെ ആവശ്യകത എന്താണെന്ന് തോന്നാറ്? കൈപ്പണി എന്ന് പറഞ്ഞാൽ അന്ന് ഇങ്ങനെ തുള, ഈ തുള ഇത് മെഷീനിൽ താത്തണതാണ് ഈ കുഴി, എന്നിട്ട് പൊട്ടിക്കണത് അതിൽ ആപ്പ് വെച്ചിട്ട്. ഇതാണ് കൈപ്പണി.
ഈ പേണ അടിച്ചോണ്ടുണ്ട് ഇത്രത്തെ നീളമുള്ള പേണകളുള്ളൂ. ആ. അതിങ്ങനെ വെച്ചിട്ട് വേണം ഇത് മുറിക്കാൻ. ഉം. അതാണ് കൈപ്പണി. ആ. എന്നിട്ട് അത് പിന്നെ മറിച്ചിട്ട് നമ്മുടെ വേണ്ട രൂപത്തിൽ അടിച്ച് കുറയ്ക്കണം. ഭാരം കുറച്ച് എന്നിട്ട് വണ്ടിയിൽ കയറ്റുക. ആ. അങ്ങനെ അന്ന് കാലത്ത്. ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ ഇങ്ങനെ പൊളിച്ച കല്ല് ഇങ്ങനെ കയറ്റാണ്. അല്ല, കൈ കൊണ്ട് ചെയ്യുന്നതിനാണ് ഫിനിഷിങ് കൂടുതലെന്നോ അങ്ങനെ തോന്നാറുണ്ട്? അതെ, അതുണ്ട്. ആ വൃത്തിയും ഇതൊന്നും മെഷീനിൽ വെച്ചാൽ കിട്ടില്ല. കിട്ടില്ല. കൊത്തുപണി എന്ന് പറഞ്ഞാൽ അതാണ്. ആ. മെഷീനിൽ വരുമ്പോൾ അത് മിനസൊക്കെ കിട്ടും, പക്ഷെ അത് കൊത്തുപണിയുടെ പവർ പോയി. അച്ഛാ, ഇപ്പൊ മക്കളാണല്ലോ ഇതിപ്പോ കൊണ്ട് നടക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് മക്കളെയും കൂടെ വിളിച്ച് പരിചയപ്പെട്ടാലോ? അച്ഛൻ തന്നെ അവരെ ഒന്ന് പരിചയപ്പെടുത്തുക. ഇത് മൂത്ത മകനാണ് സുരേഷാണ്. ഇത് രണ്ടാമത്തെ മകനാണ് രാജേഷാണ്. രണ്ടാമകളിലാണ് ഒരു പെൺകുട്ടിയാണ്. അച്ഛൻ ചെയ്തിരുന്ന കല ഇപ്പൊ മക്കള് ചെയ്യുന്ന സമയത്ത് അച്ഛൻ എന്താ തോന്നുന്നത്? അച്ഛൻ സന്തോഷം തോന്നുന്നു? സന്തോഷം തന്നെ തോന്നുന്നത്. അവർ കൊണ്ടു നടക്കണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. നമ്മുടെ പാരമ്പര്യം നിലനിൽക്കാൻ അവരായിട്ടല്ലോ. ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് അവിടുന്ന് അങ്ങോട്ട് തന്നെയല്ലേ പോകണ്ടേ? അപ്പൊ അവരോട് അതിന് അവർ നോക്കണം. അതെനിക്ക് പറയാൻ വയ്യ. അച്ഛന് ഏറ്റവും ഇഷ്ടം മഹാവിഷ്ണുവിന്റെ ശില്പം കൊത്തുന്നതാണല്ലോ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മഹാവിഷ്ണു ശില്പത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ശില്പത്തിൽ വരുന്ന പ്രത്യേകതകൾ അതിലിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ശംഖ് ചക്ര കഥാപത്മം എന്നുള്ള പണ്ടേ എൻ്റെ മനസ്സിൽ ധാരണയിലാണ്. അപ്പോൾ അത് പണിയെടുക്കുമ്പോഴും കാണുമ്പോഴും പ്രത്യേക മനസ്സിന് സന്തോഷമുണ്ട്. ജീവിതത്തിന്റെ ഇത്രയും ഭാഗം ദൈവികമായ ഒരു കലയിലാണല്ലോ. അതെ. അപ്പോൾ അടുത്ത ജന്മവും ഇതുപോലെ ശില്പി ആവണം എന്ന് ആഗ്രഹമുണ്ടോ? ഇല്ലായില്ലുണ്ട്. സാധിക്കുമോ അറിയില്ലല്ലോ. മനസ്സിൽ വിചാരമൊക്കെ ഉണ്ട്. ഇതിൽ നന്നായി ഒരു ശില്പി ആവണം എന്നുള്ള ആഗ്രഹമുണ്ട്. ബാക്കി ശില്പങ്ങളെ പറ്റി പറഞ്ഞു തരാനായിട്ട് നമ്മളോടൊപ്പം സുരേഷ് ചേട്ടനാണുള്ളത്. അപ്പോൾ ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, ഈ ശില്പം ഇപ്പൊ എങ്ങോട്ടേക്കുള്ളതാണ്? ഇത് വളാഞ്ചേരി ഭാഗത്തേക്കുള്ളതാണ്. ഇപ്പൊ പൂർത്തിയായ ഒരു ശില്പമാണ്. ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല, ഇനിയും പണിയെടുക്കാണ്ട് ക്ലിയർ ആക്കാണ്ട്. ചേട്ടാ, ശില്പങ്ങൾ തിരഞ്ഞെടുക്കുന്നത് തൊട്ട് ഇത് പൂർത്തിയാക്കുന്ന വരെയുള്ള ആ ഒരു പ്രോസസ്സ് പറഞ്ഞു തരാമോ? ശില്പങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ക്ഷേത്രങ്ങളിലേക്കുള്ളതാണ് നമ്മൾ പൊതുവേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ ഓരോ അമ്പലത്തേക്ക് ഏത് വിഗ്രഹമാണ് വേണ്ടത് വെച്ചാൽ അമ്മൂർത്തിയുടെ വിഗ്രഹമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ വിഷ്ണുവും ചിലപ്പോൾ ശിവനായിരിക്കും. ശിവന്റെ വിഗ്രഹം കൂടുതലും ഉണ്ടാക്കലില്ല, അത് ശിവലിംഗമായിട്ട് മാത്രമേ ഉണ്ടാവും. കല്ലുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നാല് വർണ്ണങ്ങളാണ് കല്ലുകൾ. അപ്പോൾ അത് 4 വർണ്ണം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറഞ്ഞിട്ട് 4 വർണ്ണങ്ങളാണ്. അപ്പം അതിൽ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെള്ള കളറിൽ കിടന്ന കല്ലാണ് ബ്രാഹ്മണജാതിയിൽപ്പെട്ട കല്ല്. പിന്നെ ക്ഷത്രിയൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു യുദ്ധം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ രക്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ചുവപ്പ് കളർന്ന കല്ലാണ് മറ്റേ ക്ഷത്രിയൻ. പിന്നെ പച്ചയും മഞ്ഞയും കലർന്ന കല്ല്, ചിലപ്പോൾ പച്ച കളർ കല്ല് അല്ലെങ്കിൽ മഞ്ഞ കല്ല്, ഇതൊക്കെ വൈശ്യനാണ്. പിന്നെ ശൂദ്രജാതിപ്പെട്ട കല്ലാണ് കൃഷ്ണശില എന്ന് പറയുന്നത്, കറുത്ത കല്ല്. ഈ കൃഷ്ണശിലയാണ് എല്ലാവർക്കും എല്ലാ വർണ്ണക്കാർക്കും ഉപയോഗിക്കാന്നുള്ള സംഭവം കൊണ്ട് ഇപ്പൊ പൊതുവെ ക്ഷേത്രങ്ങളിൽ കൃഷ്ണശിലയാണ് ഉപയോഗിക്കുന്നത്. മറ്റുള്ള കല്ലുകൾ ഉപയോഗിക്കാൻ പാടില്ലൊന്നുമില്ല. കല്ലുകൾ തിരഞ്ഞെടുത്തതിന് ശേഷമുള്ള രീതികൾ എങ്ങനെയാണ്? നമ്മളിപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീഠം ഇപ്പോൾ വിഗ്രഹം സ്ത്രീശിലയാണെങ്കിൽ പീഠം പുരുഷശിലയായിരിക്കണം എന്നുണ്ട്. അതുപോലെ വിഗ്രഹം പുരുഷനാണ് ഇരിക്കുക, അപ്പോൾ സ്ത്രീശിലയാണ് പീഠം ഉണ്ടാവുക. അതെങ്ങനെയാണ് ഈ വ്യത്യാസങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നെ തണുപ്പുണ്ടാവും സ്ത്രീശിലയൊക്കെ ആകുമ്പോൾ. പിന്നെ ശബ്ദം മൃദുവായിട്ടുള്ള ശബ്ദമായിരിക്കും. പിന്നെ കദളിവാഴയിലൂടെ സ്നിഗ്ധത നേരത്തെ ശബ്ദം എന്നാണ്. കദളിവാഴയുടെ ഇലയുടെ ആ മിനുസുണ്ടാവും. അങ്ങനെ അതാണ് അതിന്റെ സ്ത്രീശിലേക്ക്. പുരുഷശിലയാകുമ്പോൾ നമ്മൾ ഉളികൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ തീപ്പൊരി മാറും. പിന്നെ അതുപോലെ തന്നെ ശബ്ദം അടിക്കുമ്പോൾ മണിനാഥം പോലുള്ള ശബ്ദമായിരിക്കും. അങ്ങനെയാണ് അതിന്റെ അങ്ങനെ തിരിച്ചറിയാം. ഇത് രണ്ടും ഇല്ലാത്ത ശിലകളാണ് മറ്റുള്ള പല സംഭവത്തിനും ഉപയോഗിക്കുന്നത്. അതിന്റെ നപുംസീല വേണ്ട സംഭവം ഉണ്ട് ഇതിന്റെ അടിയിൽ വെക്കുന്നത്, അതൊക്കെ ഉപയോഗിക്കുന്നത്. രണ്ടും നമുക്ക് കിട്ടില്ല. ഇപ്പൊ മരങ്ങളിലും ഉണ്ട്. ഇപ്പൊ ഇത് മരങ്ങളിലും ഈ പറഞ്ഞ സംഭവം ഉണ്ട്. ആണും പെണ്ണും മരങ്ങളിലും പറയുന്നുണ്ട്. അങ്ങനെ പീഠങ്ങൾ അതായത് വിഗ്രഹത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിൽ പിന്നെ തച്ചുശാസ്ത്രപരമായിട്ട് ദശതാലം, നവതാലം, പഞ്ചതാലം, പിന്നെ അഷ്ടതാലം ഇങ്ങനെയുള്ള കണക്കിലാണ് ഈ വിഗ്രഹങ്ങൾ പണിയെടുക്കുന്നത്. സ്ത്രീ ആണെന്ന് വെച്ചാൽ 10 ആക്കിയിട്ടാണ് പണിയെടുക്കുക. സ്ത്രീ പൊതുവെ ഒരു മെലിഞ്ഞ പ്രകൃതം പോലെയാണല്ലോ സ്ത്രീകൾ പൊതുവെയുള്ള. അപ്പോൾ അത് 10 ഭാഗമാക്കിയിട്ടാണ് അത് പണിയെടുക്കുക. പുരുഷനാണെന്നുണ്ടെങ്കിൽ അത് ഒരു 9 ഭാഗമാക്കിയിട്ടാണ് അത് പണിയെടുക്കുക. പിന്നെ ഈ കിങ്കര വിഗ്രഹങ്ങളൊക്കെ ആണെന്ന് കിങ്കരന്മാരൊക്കെ ഉള്ള വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മള് ധാരപാലകരി അങ്ങനെയുള്ള സംഭവമൊക്കെ അഷ്ടതാലത്തിലാണ് പണിയെടുക്കുക. പിന്നെ നമ്മള് ഗണപതി എന്നുള്ള വിഗ്രഹം അത് പഞ്ചതാലത്തിലാണ് പണിയെടുക്കുക. അതിപ്പോ എന്താ വെച്ചാൽ ഈ ബാലത്ത് സ്വരൂപം പോലുള്ള സംഭവങ്ങളാണല്ലോ ഗണപതി. അതുപോലെ ഈ കൃഷ്ണന്റെ വിഗ്രഹമൊക്കെ പഞ്ചതാലത്തിലാണ് പണിയെടുക്കുക. അയ്യപ്പന്റെ വിഗ്രഹമൊക്കെ നവതാലത്തിലാണ് പണിയെടുക്കുക. അത് ശബരിമല ഉള്ള അയ്യപ്പനല്ലാതെയും വേറെ ശാസ്താവുണ്ട്. ശാസ്താവ്
ശാസ്താവ് അത് എന്താ രണ്ട് ഭാര്യമാരായിട്ട് പൂർണ്ണ പുഷ്കര എന്നുള്ള ഭാര്യമാരായിട്ടുള്ള ശാസ്താവുണ്ട്, പ്രഭ സാത്വിക സമേതനായിട്ടുള്ള ശാസ്താവുണ്ട്. അതിനുശേഷം നമ്മള് ഒരു വിഗ്രഹം നമ്മൾ പൊതുവേ നമ്മൾ പറഞ്ഞ ക്ഷേത്രത്തിന് ചിലപ്പോൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന വിഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ വിഷ്ണു ആയിരിക്കും, അല്ലെങ്കിൽ അത് പ്രശ്നപ്രകാരം അത് ഇന്നതാണെന്ന് തെളിഞ്ഞ് അത് നമ്മൾ പിന്നെ വീണ്ടും പണിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ അവിടെ ഒക്കെ പൊട്ടി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പം അതിനെന്തെങ്കിലും നമ്മൾ അവിടെ ക്ഷേത്രത്തിൽ നിന്ന് അളവ് പിടിച്ചു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും എന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടും. കാരണം വെച്ചാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ക്ഷേത്രത്തിൽ ആ പ്രതിഷ്ഠ ഇരുന്ന സ്ഥാനം എന്താ നോക്കിയാൽ മനസ്സിലാവും. അതേപോലെ തന്നെ കട്ടിലുടെ അളവുകൾ അതൊക്കെ ഈ വിഗ്രഹത്തിന് അനുബന്ധമായിട്ട് തന്നെ വരും. അപ്പോൾ വിഷ്ണുവിന് ഇന്ന ഇത്ര ഉയരം കട്ടില വേണമെന്നൊക്കെ നിയമമുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കണക്കിലൊക്കെ നമ്മൾ കണക്ക് എടുത്ത് നമ്മൾ ആ വിഗ്രഹം എന്താണെന്ന് തീരുമാനിച്ച് ആ വിഗ്രഹം നമ്മൾ പണിയെടുക്കുകയാണ് ചെയ്യുന്നത്. കൊത്തുപണിയുടെ രീതികൾ എങ്ങനെയൊക്കെയാണ്? കൊത്തുപണി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിൽ ഞാൻ 17 വയസ്സിൽ തുടങ്ങിയതാണ്, ഇപ്പൊക്ക് 47 വയസ്സായി. അപ്പോൾ അന്ന് മുതലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആദ്യകാലങ്ങളിൽ ഉളിയും ചുറ്റിയും തന്നെയാണ് ആയുധമായിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ അതന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഒരു 2000 കാലഘട്ടത്തിൽ എത്തിയപ്പോൾ ഒരു മെഷീൻസുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷെ അതിനൊരു ഫിനിഷിംഗ് കിട്ടാറുണ്ടോ? ഇല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉളി കൊണ്ട് പണിതേക്കാട്ട് കുറച്ചും കൂടി ഫിനിഷിംഗ് ഇപ്പോൾ മെഷീനിൽ തന്നെയാണ്. മുമ്പത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ചെയ്തിരുന്ന കുറച്ചും കൂടി ഫിനിഷിംഗ് ഉള്ള സാധനങ്ങളൊക്കെ പോകാൻ തുടങ്ങി. കുറേ ടൂൾസുകളും നല്ല ഫിനിഷിംഗുള്ള ടൂൾസുകൾ കിട്ടാൻ തുടങ്ങി. അപ്പോൾ അതിനുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യകാലത്തുള്ളതിനെക്കാട്ടും ഒരുപാട് ഗുണം ഇപ്പോൾ ഉണ്ട്. പക്ഷെ ഇപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അന്ന് നമുക്ക് ഒരുപാട് പൊടികളോ കാര്യങ്ങളോ ഒന്നും കുറവായിരുന്നു. നമ്മൾ ഉളി കൊണ്ട് പണിയെടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷീൻസുകൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 4 പുറത്തും പൊടികളായി. ഇപ്പോൾ ആൾക്കാർ പൊടികല്ലും പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഭാവിയിൽ ഇത് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പല ആൾക്കാർക്കും ഇപ്പോൾ ഇതിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞേക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞിരുന്നു അച്ഛന് മഹാവിഷ്ണു ശില്പങ്ങൾ കൊത്തുന്നതാണ് ഇഷ്ടം. അപ്പൊ ചേട്ടൻ അങ്ങനെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും? നമ്മളങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ മുമ്പ് തന്നെയാണ് നമുക്ക് കൂടുതലും കിട്ടാറും അങ്ങനെ തന്നെയാണ്. കൂടുതലും കിട്ടാറും അത് തന്നെയാണ്. പിന്നെ ഗണപതി വിഗ്രഹമാണ് കുറച്ച് കൂടുതലും എനിക്ക് ഇഷ്ടപ്പെട്ട താല്പര്യം. ചേട്ടൻ ആദ്യം ചെയ്ത ശില്പം ഏതാണ്? ഞാൻ ആദ്യം ചെയ്തത് ഗണപതി തന്നെയാണ്. അത് ഏത് ക്ഷേത്രത്തിലേക്കാണ്? ഇപ്പൊ ഞാൻ എഴുതിച്ചിട്ടൊന്നുമില്ല. കാരണം ഇത് കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കത് ഇത്ര എന്ന കാലത്തേക്ക് എന്നുള്ളതൊന്നും ഓർമ്മയില്ല. ചെറിയൊരു വിധത്തിലുള്ള ഒരു വിഗ്രഹമാണ് ഉണ്ടാക്കിയിട്ടുണ്ട് ഫസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട്. എണ്ണ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഇതുവരെ എത്ര ശില്പങ്ങൾ കൊത്തി എന്നുള്ളത്? പറയാൻ പറ്റില്ല. അതൊക്കെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-4 ഉണ്ടാവും. 30 വർഷത്തിന്റെ കാലയളവിൽ 10-4 ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു ശില്പത്തിന്റെ അതിന്റെ ബേസ് എന്ന് പറയുന്നത് അതിന്റെ പത്മപീഠം എന്ന് പറയും. നമ്മൾ ആ പത്മപീഠത്തിൽ നിന്നാണ് നമ്മൾ എല്ലാത്തിന്റെ ഉത്ഭവം. അപ്പോൾ പ്രധാനമായിട്ടും അത് ഇരിക്കാനുള്ള ആ സീറ്റിംഗ് ആണ് ക്ലിയർ ആക്കി എടുക്കുന്നത്. അതിന് നമ്മൾ കണക്ക് തിരിച്ച് അതിനെ ചെരുവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എന്നിട്ടാണ് നമ്മൾ ആദ്യം പണിയെടുക്കുക. ലാസ്റ്റാണ് മുഖത്തിന്റെ ഫിനിഷിങ് ഇതാകുള്ളൂ. പിന്നെയുള്ള ചിത്രപ്പണികളും. ശില്പങ്ങൾ കൊത്തുന്ന സമയത്ത് അച്ഛന്റെ നിർദ്ദേശങ്ങളൊക്കെ ഉറക്കത്തിൽ കിട്ടാറുണ്ടെന്ന് പറഞ്ഞു. മുന്നേ കാലത്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളോ? മുന്നേ ഇതുപോലെ ഇടയിലൊക്കെ പിടിച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു അനുഭവം പറയാൻ? അത് വെച്ചാൽ നമ്മൾ ഓരോ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് 4 പുറത്താറുണ്ടെന്ന് തോന്നും. അങ്ങനെയുള്ള സംഭവങ്ങളും. പക്ഷെ മുൻകൂട്ടി അച്ഛനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ അത് ഒരു വിഗ്രഹം നമ്മൾ ഇത് ഏൽപ്പിക്കാൻ വരുന്ന സമയത്ത് തന്നെ അച്ഛൻ അങ്ങനെയുള്ള അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന വിഗ്രഹം വരുന്നുണ്ടെന്നുള്ള സൂചന അച്ഛൻ പറഞ്ഞ ഓർമ്മയുണ്ട്. അത് ഇതേപോലെ പറഞ്ഞ സമയത്ത് അന്ന് തന്നെ ഇതേപോലെ ആൾക്കാർ വരും ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് രാത്രി ഇങ്ങനെ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത് അതിൻ്റെ കൂടെ കാരണവന്മാരായിട്ടുള്ള സ്വപ്നം കാണും. അവർ വന്ന് അതിൻ്റെ കൂടെ ഇന്ന വിഗ്രഹങ്ങളെന്ന് കാണും. പിന്നെ നമ്മളെന്ന് വെച്ചാൽ ഈ പാരമ്പര്യം പറയുമ്പോൾ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാകുമ്പോൾ നമ്മൾ മനസ്സിലത് വരും ചെയ്യും. പണിയെടുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് എത്തും. ചേട്ടന് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും ശില്പമോ കാര്യങ്ങളോ ഉണ്ടോ? എനിക്ക് ചെയ്യാനുള്ളത് ഇപ്പോൾ എനിക്ക് ആഗ്രഹമുള്ളത് ഒരു പഞ്ചമുഖി ഹനുമാൻ ഉണ്ട്. ഇത് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഗണപതി വിഗ്രഹങ്ങൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓരോ വിഗ്രഹങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ടല്ലോ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ഇപ്പം നന്ദികേശന്റെ വിഗ്രഹം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നന്ദികേശന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പ്രധാനപ്പെട്ട അതിനൊരു അളവുണ്ടാവും. നമ്മളിപ്പോൾ ക്ഷേത്രത്തിനനുസരിച്ചിട്ടാണല്ലോ ഇപ്പോൾ ആ നന്ദി ഉണ്ടാവുക. അപ്പോൾ ശിവന്റെ വാഹനമാണ് നന്ദി. അപ്പോൾ നന്ദിക്ക് ശിവന്റെ ഭാഗത്ത് നിന്ന് അളവുകൾ വെച്ചിട്ടാണ് നന്ദിയുടെ വിഗ്രഹം ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ആ അളവുകൾ ശ്രദ്ധിക്കണം. ആ അളവുകൾക്ക് അതിനുള്ള പ്രൊപ്പോർഷൻ ഉണ്ട്. നമ്മൾ ഇത്ര നീളത്തിന് ഇത്ര വണ്ണം, ഇത്ര നീളം, തലയ്ക്ക് ഇത്ര, അങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു മെഷർമെന്റ് അനുസരിച്ചിട്ടാണ് ഇപ്പോൾ നന്ദി വിഗ്രഹം രൂപകൽപ്പന ചെയ്യുന്നത്. പൂജാവിധി കാര്യങ്ങളും അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന സമയത്തെ ചിട്ടകളും കാര്യങ്ങളും പണ്ട് ആദ്യകാലത്ത് കല്ലെടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കല്ലെടുത്തിരുന്നത് പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ടാണ് ആ വിഗ്രഹത്തിന് എടുക്കുക. അത് എങ്ങോട്ടാണോ നൂർത്തുന്നത് അതിനനുസരിച്ചിട്ടാണ് ആ വിഗ്രഹത്തിന്റെ മുഖം. അപ്പൊ നമ്മൾ അങ്ങനെ നൂർത്തത് പണിയെടുത്ത് വരുമ്പോൾ
ബലി കൊടുക്കണം. അതിന് ബലി പാമ്പിൻ്റെ കല്ലെടുക്കുന്നതിന് മുമ്പ് അവിടെയുള്ള ഭൂതഗണങ്ങൾക്ക് മേലുള്ള ബലി കൊടുക്കണം എന്ന് പറയാം. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ആ കല്ലെടുക്കുക. കല്ലെടുത്ത് കഴിഞ്ഞാൽ ക്ഷേത്രത്തിലിട്ടാണ് പണിയെടുക്കുക. ഇന്ന് കാലത്ത് ഇന്ന് പൊടി ഇരുന്നിട്ട് പണിയെടുക്കും. പണ്ട് അത് ക്ഷേത്രത്തിലെ വടക്ക് പോയി ഈശാനകോണ് പറയും, വടക്ക് കിഴക്ക് മൂല ഭാഗത്തൊരു അറ ഉണ്ടാക്കി അതിലിരുന്നിട്ടാണ് ഇത് പണിയെടുക്കുക. അപ്പോൾ ആ കാലഘട്ടത്തിൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കാലങ്ങൾ മാറിയോട് കൂടെ അപ്പോൾ അത് ഇവിടെ ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിക്കുന്ന അവസ്ഥ അങ്ങനെയായി. അത് എല്ലാ സംഭവത്തിനും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ ഇത് മാത്രമൊന്നുമല്ല, ഇപ്പോൾ ഒരു മരത്തിൻ്റെ കൊടിമരം ഉണ്ടാക്കുകയാണെന്ന് വെച്ചാലും അത് ഇതേപോലെ തന്നെയാണ്. ചടങ്ങുകൾ കൂടിയിട്ട് പിന്നെ ഇന്ന് കൊടിമരം എടുക്കുമ്പോൾ ഇപ്പോൾ ആ ചടങ്ങ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഇപ്പം ഇല്ല. ഈ ബലിക്കൽ ഉണ്ടാക്കുന്ന സമയത്തെ കാര്യങ്ങളും ചിട്ടകളൊക്കെ എങ്ങനെയാണ്? ബലിക്കൽ എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ എന്താ ദിക്പാലകരാണ്, അഷ്ടദിക്പാലകരെന്ന് പറയും. അപ്പോൾ അതിനാണ് ഈ ബലിക്കല് വരുന്നത്. ആ ബലിക്കല് 8 ബലിക്കല് അഷ്ടദിക്പാലകരായിട്ടും പിന്നെ ഒരു 6 ബലിക്കല് വേറെയുണ്ട്. അങ്ങനെ ആ ബലിക്കല്ലുകൾ ആ ക്ഷേത്രത്തിൻ്റെ ഉപദേവന്മാരല്ല, അപ്പം അതിൻ്റെ എന്താ പറയുക ദാഷ്ടന്മാരെന്ന് തന്നെ അറിയാം. നമ്മളെ തിരഞ്ഞെടുക്കുന്നതാണോ കല്ല് നമ്മളെ തിരഞ്ഞെടുക്കുന്ന അങ്ങനെ തോന്നലുണ്ടാവും. പക്ഷേ ഇത് നമ്മൾ പണിയെടുത്ത സാധനം നമുക്കുള്ള ഒരു അഭിമാനം എന്ന് പറയുന്നത് നമ്മളുണ്ടാക്കിയ വിഗ്രഹം അനവധി ആൾക്കാരെ അത് ആദരിക്കേണ്ടത്. അപ്പം ഇപ്പോൾ തൊഴിലുകാരിലൊക്കെ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ അത്രയും ആൾക്കാർ അത് ചെയ്യുമ്പോൾ പറഞ്ഞാൽ എത്രയോ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഒരു ദേശത്ത് ഒരു വിഗ്രഹം എത്രയോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ആൾക്കാരത് തൊഴുതുകൊണ്ടിരിക്കുന്നില്ലേ. അപ്പോൾ അത് നമുക്ക് എന്തായാലും എൻ്റെ വിഗ്രഹം എൻ്റെ വിഗ്രഹമാണല്ലോ. അപ്പോൾ അങ്ങനെ ചിന്താഗതി ഉണ്ടാവാറുണ്ട്. ചേട്ടാ, മിഴി തുറക്കൽ ചടങ്ങിനെ പറ്റിയിട്ട് പറഞ്ഞു തരാമോ? നമ്മളിപ്പോൾ വിഗ്രഹം നമ്മൾ എല്ലാ പണി പൂർത്തിയാക്കിയാലും നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ അതിനെ മെഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് പക്ഷേ കണ്ണ് മെഴിപ്പിക്കൽ എന്ന് പറഞ്ഞുള്ള ചടങ്ങ് ക്ഷേത്രത്തിൽ അവിടെ പ്രതിഷ്ഠയുടെ 3 ദിവസം മുന്നെയാണ് അത് ചെയ്യുക. അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിഗ്രഹം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്ത്രി ആദ്യം ആ നമ്മൾ തലയിൽ കൂടെ വസ്ത്രം മൂടിയിട്ടാണ് ആ സംഭവം ചെയ്യൽ. ചെയ്യണ സമയത്ത് ഇപ്പോൾ ആരും കാണാൻ പാടില്ല എന്ന് പറയുക. അപ്പോൾ അതിൽ നമ്മൾ തേനും നെയ്യും വെച്ചിട്ട് തന്ത്രി ആദ്യം അതിനെ മെഴി തുറപ്പിക്കൽ ചെയ്യും, മാർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൊന്നിങ്കണ്ണം പൊന്നിസൂചി ഉണ്ടാവും, അത് വെച്ചിട്ട് അത് ഒന്ന് ചെറുതായിട്ട് തോന്നും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിളികൊണ്ട് നമ്മൾ ഇതേപോലെ തന്നെ വസ്ത്രം തലയിൽ കൂടെ മൂടി നമ്മൾ ഈ ആദ്യം വെള്ളത്തെ കണ്ണ് തുറക്കും, പിന്നെ ഇടത്തെ കണ്ണ് തുറക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ നെയ്യും നേരം തുടച്ച് പിന്നെ അവർ നെയ്യും നേരം ഒഴിക്കയിൽ അത് തുടച്ച് വൃത്തിയാക്കി എന്നിട്ട് ഈ വിഗ്രഹം നമ്മൾ എന്താ ഒരു ഭദ്രപീഠം പറയും, മരത്തിൻ്റെ ഒരു പീഠം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, അതിൽ ഇറക്കി വെക്കും. പ്രതിഷ്ഠ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ നേരെ അഭിമുഖമായിട്ടാണ് അത് വെക്കുക. എന്നിട്ട് അത് വെച്ച് കഴിഞ്ഞിട്ട് അത് നമ്മൾ അത് വഴങ്ങി കൊടുക്കണം. എന്നിട്ട് എന്താ വിഗ്രഹം നമ്മൾ ആർക്കാണോ സമർപ്പിക്കുന്നത് എന്താ ഇപ്പം ഒന്നുകിൽ അവിടുത്തെ ഊരാളനായിരിക്കും. ഊരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഉടമയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ല ചിലപ്പോൾ തന്ത്രിക്കായിരിക്കും. ശരിക്കും കൂടുതൽ ഊരാളന്മാരൊക്കെ ഉണ്ടാവും. അതായത് ആ ക്ഷേത്രത്തിൻ്റെ അവകാശികൾക്കാണ് അത് കൂടുതലും ഉണ്ടാവുക. അത് കൊടുത്തു കഴിഞ്ഞ് അത് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ തന്ത്രിക്ക് ഏൽപ്പിച്ചു കൊടുക്കും. പിന്നെ അത് നമ്മൾ ജലാധിവാസം കൊണ്ട് ചടങ്ങുണ്ട്, അത് അവർ തന്ത്രിമാർ ചെയ്യുക. ജലാധിവാസം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ മുക്കി എന്താ ഒരു 3 പകൽ 3 രാത്രി എന്നുള്ള ഒരു ചടങ്ങുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് പ്രതിഷ്ഠ വരിക. ആ പ്രതിഷ്ഠയുടെ തലേ ദിവസം നമ്മൾ പീഠം വെക്കാൻ നമ്മൾ ചെയ്യും. എന്നിട്ട് പീഠം വെച്ച് കൊടുക്കും. കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിഗ്രഹം അതിൽ വെച്ച് അഷ്ടബന്ധത്തെ ഉറപ്പിക്കും. പിറ്റേ ദിവസം അഭിഷേകം ചെയ്യുമ്പോഴാണ് അത് പ്രതിഷ്ഠയായി മാറുന്നത്. പിന്നെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായി മാറി. നമുക്കിപ്പം രാജേഷ് ചേട്ടനുണ്ട്, അതുപോലെ തന്നെ ഇളയ തലമുറയിലെ ആൾക്കാരും നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പൊ ചേട്ടൻ തന്നെ ഇളയ തലമുറയൊക്കെ പരിചയപ്പെടുത്തി തട്ടെ. ഇത് എൻ്റെ മകനാണ്, ഇത് ഏട്ടൻ്റെ മകൻ, ഇത് ഏട്ടൻ്റെ മകനാണ്. ഞാൻ അടുത്ത തലമുറയിലേക്ക് എത്തിക്കാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഒക്കെ എല്ലാവരും പഠിക്കുക എന്നുള്ള ലെവലിൽ പോയി. ഇപ്പൊ ഈ പണിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവര് താല്പര്യം പ്രകടിപ്പിക്കാറുണ്ടോ? ഇല്ല, താല്പര്യം ഇല്ല. പക്ഷെ അപ്പൊ പഠിക്കാൻ താല്പര്യം ഉണ്ട്, അവർക്ക് പഠിക്കുന്നുണ്ട്. ചേട്ടാ, ഇത് ഏത് ക്ഷേത്രത്തിലേക്കുള്ളതാണ്? ഇത് മറ്റേ രാമപുരം പറഞ്ഞ സ്ഥലത്തേക്കുള്ളതാണ്. പക്ഷെ അത് വിഷ്ണുവിന്റെ രൂപം തന്നെയാണ്. പക്ഷെ ശത്രുഘ്നസ്വാമി എന്നുള്ള പറഞ്ഞാൽ അതിലേക്കുള്ള പ്രതിഷ്ഠയാണ്. അതിലേക്ക് അതിലേക്ക് ഉള്ളതാണത്. ഈ ശില്പത്തിന്റെ പ്രത്യേകതകളൊന്ന് പറയാമോ? ഈ പ്രത്യക്ഷത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഇത് സാധാരണ ശംഖ് ചക്രം എന്നുള്ളതിൽ ഇത് പ്രയോഗചക്രമാണ് ഇതിൽ വരുന്നത്. ഇതില് പ്രയോഗചക്രം ആക്കി ശംഖ്. പിന്നെ വരുന്നത് ഇതിൽ പൂണൂല്, ഇതിൽ കൈൻ്റെ പുറത്തുകൂടെ. സാധാരണ പൂണൂല് വരുന്നത് ഇങ്ങോട്ടല്ലേ, ഇത് പൂണൂല് പുറത്തുകൂടെ വരുന്നത്. അത് വെച്ചാൽ കുറച്ച് രൗദ്രം കൂടിയാണ്. അപ്പോൾ ഇത് ശത്രുഘ്നസ്വാമിക്ക് വേണ്ടിയിട്ടുള്ള കണക്കായിട്ടാണ് ചെയ്യുന്നത്. അതാണ് ചെയ്യുന്നത്. അതുപോലെ കിരീടത്തിനും ചെറിയ അലങ്കാരത്തിന് ചെറിയ മാറ്റമുണ്ട്. ഇതിപ്പോൾ അവിടെ പോയിട്ട് അളവെടുത്തിട്ട് അതേപോലെ ചെയ്തതാണ്. ചെയ്യാൻ ഏറ്റവും പാടുള്ളൊരു ശില്പം ഏതാണ്? ചെയ്യാൻ പാടുള്ള പറഞ്ഞ 4 കൈ. ഇത് മറ്റേ ഈ ഭദ്രകാലിന്റെ വിഗ്രഹങ്ങളൊക്കെയാണ് കൂടുതൽ ബുദ്ധിമുട്ട് വരിക. അത് കയ്യിൽ വാള വരിക, ഈ തുളയ്ക്കണം. പക്ഷെ വാള് പിന്നെ അവർ മറ്റേ വേറെ എക്സ്ട്രാ ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യല്. പക്ഷെ അത് തുളയ്ക്കാനും അത് അതിന് പിടിച്ച് നിർത്തുമ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഡേഞ്ചർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് നമുക്ക് കയ്യിൽ ചിലപ്പോൾ
ഇതിൽ ഡാമേജ് വരാനൊക്കെ സാധ്യത ഉണ്ട്. പക്ഷെ ഭദ്രകളുടെ വിഗ്രഹം പണിയുമ്പോഴാണ് കൂടുതൽ. അത് ഇരുന്ന വിഗ്രഹത്തിൽ ചിലപ്പോൾ 8 കൈയൊക്കെ പണിയേണ്ടി വരും. അതൊക്കെ പണിയുമ്പോൾ കുറച്ച് റിസ്ക്കാണ്. എന്തെങ്കിലും മറന്നുപോയ കാര്യങ്ങൾ ഇപ്പൊ ചെയ്യാൻ ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് വിട്ടുപോവുക, അങ്ങനെ പൂർത്തിയായില്ല എന്നാലും അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വിട്ടുപോവുക, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഓർമ്മിപ്പിച്ചു അങ്ങനെ തോന്നാറുണ്ടോ? അത് മനസ്സിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് കയറും. എനിക്ക് രാത്രി കിടക്കുമ്പോൾ ചിലപ്പോൾ മറ്റേ ഇങ്ങനെ പിറ്റേ ദിവസം പണിയേണ്ടത് എന്താണെന്ന് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ചിലപ്പോൾ ഞാനത് ഞെട്ടി ഉണർന്നിട്ടുമുണ്ട് ഇന്ന ചെയ്യണ്ടേ എന്നുള്ളത്. അപ്പോൾ പിറ്റേ ദിവസം അതിനെ തീർക്കും. അത്ര അല്ല, പെട്ടെന്ന് അതിനായിട്ടൊരു ഓർമ്മയ്ക്ക് വന്നിട്ടില്ല. ചേട്ടാ, ഈ ശില്പങ്ങളിൽ ചെറിയ എന്തെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനകത്ത് ആ ഒരു പണിതത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിന് നെഗറ്റീവായിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നുണ്ടല്ലോ. ഞങ്ങളിപ്പോൾ അത് ചെയ്യുമ്പോൾ വിഗ്രഹങ്ങളിൽ എന്തെങ്കിലും ഡാമേജ് വന്നാൽ അത് മാറ്റി വെക്കുക. വീട്ടിലാണെങ്കിലും നമ്മൾ ചില വെക്കുന്ന വിഗ്രഹങ്ങളുണ്ടല്ലോ, പൂജാമുറിയിൽ വെക്കുന്ന വിഗ്രഹങ്ങൾ, അതിനാണെങ്കിലും ചെറിയ എന്തെങ്കിലും ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് വീട്ടിൽ വെക്കരുത് എന്ന് പറയുന്നുണ്ട്. ഒന്നാമത് പറഞ്ഞ സാങ്കേതിക കരിങ്കലിൻ്റെ വിഗ്രഹം പൂജാമുറിയിൽ വെക്കാൻ പാടില്ല. അത് അങ്ങനെയാണ്. അത് വെച്ചാൽ അതിന് നിത്യ പൂജ കൊടുക്കണം എന്നാണ് പറയുക. എന്തിനാ പറയണത്? ഇപ്പോൾ നമ്മളൊരു അമ്പലത്തിലെ ഈ വിഗ്രഹങ്ങൾ ചില ഈ കുടുംബക്ഷേത്രങ്ങളിൽ എന്താ ചെയ്യുന്നത്, വാൽക്കണ്ണാടിയാണ് വെക്കുന്നത്. വാൽക്കണ്ണാടി അതെന്ന് വെച്ചാൽ അതിന് നിത്യപൂജ വേണ്ട, അത് വിളക്ക് വെക്കൽ മാത്രം ചെയ്താൽ മറ്റേ നിത്യപൂജയായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ വിഗ്രഹങ്ങളാകുമ്പോൾ നിത്യപൂജ വേണമെന്ന് പറഞ്ഞേ കേൾക്കണത്, അതുകൊണ്ട് അത് ചെയ്യാറില്ല. വാൽക്കണ്ണാടി പോലത്തെ വിഗ്രഹങ്ങൾ ചെയ്യാനായിട്ട് എളുപ്പമാണോ? അത് എളുപ്പം തന്നെയാണ്. അത് അത്ര വലിയ പണിയൊന്നും വരില്ല. അത് വാൽക്കണ്ണാടിയുടെ വിഗ്രഹം ഇവിടെ ഉണ്ട്, കാണിച്ചു തരാം. ഇപ്പൊ വീടുകളിൽ ഇപ്പൊ കല്ലിന്റെ വിഗ്രഹമല്ല, അതല്ലാണ്ടാണെങ്കിൽ ഇപ്പൊ ചിലപ്പോ ഓടിന്റെ വിഗ്രഹം, പഞ്ചലോകത്തിന്റെ വിഗ്രഹം, അപ്പൊ അതിലും ഇതുപോലെ നെഗറ്റീവ് എനർജി വരും. അതിൽ ഡാമേജ് ഉണ്ടെങ്കിൽ അത് മാറ്റിയില്ലെങ്കിൽ നെഗറ്റീവ് എനർജി വരും. അത് എന്തിനും കേടുപാടുകൾ വരുമ്പോൾ അതിനും വരും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും അതിനത്ര പ്രശ്നം വരാറില്ല. നമ്മളിപ്പോൾ സ്ഥിരം ഇല്ല. പക്ഷെ അങ്ങനെ വരും, നെഗറ്റീവ് എനർജി വരുന്ന പറയല്. ദോഷം ദോഷമായ അതിന് നമുക്ക് ആ വീട്ടിലൊരു അന്തരീക്ഷത്തിന് മാറ്റം വരും. നമുക്ക് മനസ്സിൽ സമാധാനക്കേട് വരുന്ന അപ്പോൾ അറിയുള്ളൂ. അത് പിന്നെ നമ്മൾ നോക്കണം, അത്രേ ഉള്ളൂ. ഈ ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമായി അതുപോലെ തന്നെ ഈ ഒരു കല പിന്തുടർന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത ജന്മമാണെങ്കിലും ഇനിയും ഈ ഒരു മേഖലയിൽ തന്നെ നിൽക്കണം തോന്നുന്നുണ്ടോ? ഭാഗ്യം തന്നെയാണ്. കാരണം വെച്ചാൽ ഇതൊരു മേഖലയിൽ ചെല്ലേണ്ട ഭാഗ്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ടെന്ന് മാത്രം. ഇതിനൊക്കെ കൊണ്ട് പരിപാലിച്ച് കൊണ്ട് പോകണ്ടേ, അപ്പം അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇത് ഭാഗ്യം തന്നെയാണ്. നമുക്കൊരു ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ടൊരു അമ്പലത്തിൽ നമുക്ക് നാളെ പോയിട്ട് കാണുമ്പോഴും അത് കാണുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ എന്നുള്ളൊരു ഇതുണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല. അപ്പം കുറേ അമ്പലങ്ങൾക്ക് ഞാനും അച്ഛനും ഒക്കെ ഉണ്ടാക്കി കൊടുത്തല്ലോ. എല്ലാ അമ്പലങ്ങളിൽ പോകുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയതാണല്ലോ എന്ന് പറയുമ്പോൾ ഒരു തൃപ്തിയുണ്ട്. പക്ഷെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ആലോചിക്കുമ്പോൾ ചെറിയ ഇതുണ്ട് മാത്രമല്ല, വേറെ വിഷയങ്ങളൊന്നുമില്ല. സന്തോഷമുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ. മറ്റേ നമ്മുടെ ഈ പണികളുടെ ബുദ്ധിമുട്ട് നീട്ടിക്കൊണ്ട് പണി തീർത്ത് കൊണ്ടുപോകേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട് മാത്രം. അച്ഛാ, ഈ ശില്പത്തിൽ ഉപയോഗിക്കുന്ന പോളിഷിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? അത് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന്? അത് തേങ്ങ വരടായ തേങ്ങ വേണം, ഉണങ്ങിയത് പറ്റില്ല. വരടായ തേങ്ങ ചിരകിയേ കിട്ടണം. അങ്ങനെയുള്ള തേങ്ങ ചിരകിയിട്ട് ചൂന് ചിരകി അതിന് വറക്കണം. എന്നിട്ട് അതൊരു വിധം കരി ആവുമ്പോഴാണ് പിന്നെ എള്ളിടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എള്ളും അതുകൂടി ഒരുമിച്ച് വറുത്താൽ എള്ള് കരി പോകും. എന്നിട്ട് അതിനെടുത്ത് നല്ലെണ്ണ കൂട്ടിയിട്ട് അരയ്ക്കണം, കല്ലുമ്പിലിട്ട് അരയ്ക്കണം, വെണ്ണ പോലെ ആവണം. എന്നിട്ട് അത് കുറച്ച് പൊടി നീലം ഒരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് അതുകൂടെ കൂട്ടിയിട്ട് കറുപ്പ് കിട്ടും. ഇത് വിഗ്രഹം കൊണ്ടുപോകുന്നതിന് കുറച്ച് മുമ്പ് മാത്രമേ ഇത് ചെയ്യുള്ളൂ. ചേട്ടാ, ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളിലെ ചെറിയ പൊട്ടലും ഇതൊക്കെ വരുന്ന സമയത്താണ് അഷ്ടബന്ധം സ്ഥാപിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടത്തുന്നത്. അപ്പോൾ ആ ചടങ്ങിനെ പറ്റി ഒന്ന് പറയാമോ? ക്ഷേത്രങ്ങളിലെ വിഗ്രഹം എന്ന് പറയുമ്പോൾ വിഗ്രഹം നമ്മൾ ചിലപ്പോൾ പഴയ വിഗ്രഹങ്ങൾക്ക് പൊട്ടലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടതായിട്ട് വരും. അത് മാറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ വിഗ്രഹങ്ങളും മാറ്റാൻ പറ്റില്ല. അതെന്ന് പറഞ്ഞാൽ വിഗ്രഹം മാറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഋഷീശ്വരന്മാർ പ്രതീക്ഷിച്ച വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും അങ്ങനെ മാറ്റാൻ പറ്റില്ല. പക്ഷെ എന്തായാലും പ്രധാനപ്പെട്ട ഈ കഴുത്ത്, അതുപോലെ ഈ നാഭി, ഇവിടെയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ അത് മരണപ്പെട്ടു പോലുള്ള സംഭവമായിട്ടാണ് കണക്കൂടുന്നത്. അപ്പോൾ ആ സമയത്ത് ആ വിഗ്രഹം മാറ്റണം എന്നാണ് നിയമം. വിഗ്രഹം മാറ്റുമ്പോൾ അതിൻ്റെ പീഠം മാറ്റണം എന്ന് നിർബന്ധമാണ്. ഇപ്പോൾ വിഗ്രഹം അവിടെ നിലവിൽ നിർത്തിയിട്ട് പീഠം മാത്രം മാറ്റാം. പക്ഷെ വിഗ്രഹം മാറ്റുമ്പോൾ പീഠം പഴയത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതുപോലെയുള്ള വിഗ്രഹങ്ങൾ എന്നിട്ട് ഈ അഷ്ടബന്ധം സ്ഥാപിച്ചിട്ട് ചിലപ്പോൾ അവർ ചെയ്തു എന്ന് വെച്ചോ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിക്കില്ലേ ക്ഷേത്രത്തിലുള്ളവർക്കൊക്കെ ആയിട്ട്? അങ്ങനെ എന്തെങ്കിലും ചേട്ടൻ കേട്ടിട്ടുണ്ടോ? നമ്മൾ അങ്ങനെ ചെല്ലുമ്പോൾ നമ്മൾ 12 വർഷത്തേക്ക് ഈ അഷ്ടബന്ധ കലശം കൊണ്ട് ചടങ്ങുണ്ട്. അപ്പോൾ അവർ അത് അഷ്ടബന്ധം വീണ്ടും മാറ്റി സ്ഥാപിക്കും. പിന്നെ ഈ വിഗ്രഹത്തിന് നമ്മൾ കയ്യോ കാലോ അങ്ങനെയുള്ള വല്ല പൊട്ടലോ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പ്ലാസ്റ്ററൊക്കെ ഇടുന്ന പോലെ തന്നെ ചെമ്പിട്ട് കെട്ടി രക്ഷിക്കുക എന്ന് പറയും. ചെമ്പോണ്ട് കെട്ടി അതിനെ നിലനിർത്തി കൊണ്ടുപോകും. ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് അത് പറയുന്നത്. അപ്പോൾ നമ്മളപ്പോൾ സ്ഥലത്ത് കൈ മുറിഞ്ഞോ കയ്യോ ചേർത്ത് വെച്ച് ചെമ്പോണ്ട് ഇത് ഉണ്ടാക്കിയിട്ട്
ഭാവങ്ങളിൽ വ്യത്യാസം വരുത്താനായിട്ട് എന്താ ചെയ്യാറ്? നമ്മളിപ്പോൾ രൗദ്രത്തെ രൗദ്രഭാവം കാണത്തുണ്ടെങ്കിൽ ഇപ്പൊ പുതിയ കൂടി ഒന്ന് വളച്ച് കണ്ണ് കുറച്ചും കൂടി വട്ടം കൂട്ടി ചുണ്ട് ഒന്ന് കീഴ്പിട്ട് ചുണ്ട് തലപ്പ് ലക്ഷം കീഴ്പിട്ട് ഇറക്കി ഉഗ്രതയാക്കി വരുന്നു. അതല്ല പുഞ്ചിരിക്കുന്ന വെച്ചാൽ നമ്മൾ പുതിയ കൂടി ഒരു മീഡിയം ലെവലിൽ നിർത്തി ചുണ്ടിന്റെ തലപ്പൊന്ന് കയറ്റി കഴിഞ്ഞാൽ പുഞ്ചിരിച്ചുകൊണ്ടുള്ള മന്ദസ്മിതത്തോട് കൂടിയിട്ടുള്ള ഇതായിരിക്കും. അങ്ങനെ ഭാവങ്ങൾ നമ്മൾ ചെറിയ ചെറിയ സംഭവങ്ങൾ കൊണ്ട് തന്നെ ഭാവങ്ങൾ മാറി മാറി. എന്തെങ്കിലും സംശയമൊക്കെ വരുന്ന സമയത്ത് ഗ്രന്ഥങ്ങൾ നോക്കാറോ അങ്ങനെ കാര്യങ്ങളുണ്ടോ? അത് അങ്ങനെ ഉണ്ട്. അല്ലാതെ മുഴുവൻ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഓർമ്മ കിട്ടിക്കൊള്ളണമെന്നില്ല. അതിപ്പോൾ ചിലപ്പോൾ സംശയങ്ങൾ വരും. ചില സമയത്തൊക്കെ കുറച്ച് കൂടുതൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ നിലവിൽ നമ്മുടെ അറിവിൽ ചിലപ്പോൾ അത് പോലെ അപ്പോൾ പുസ്തകങ്ങളുണ്ട്. അതെല്ലാം വെച്ചാൽ ഓലയുണ്ട്. ഓല ചിലപ്പോൾ അത് പുസ്തകമായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് വിഗ്രഹങ്ങളെ പരിചയപ്പെട്ടാലോ? ഇതിപ്പോൾ നമ്മൾ സുബ്രഹ്മണ്യൻ്റെ ഒരു രൂപമായിട്ടുള്ള വിഗ്രഹമാണ്. ഇതുവരെ കണ്ടിട്ടില്ല ഈ സർപ്പവും മുരുകനും കൂടി വരുന്ന ഒരു വിഗ്രഹം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുബ്രഹ്മണ്യം ശരിക്കും പറഞ്ഞാൽ അച്ഛനമ്മോട് ദേഷ്യപ്പെട്ടിട്ട് ഗുഹയിൽ നാഗരൂപത്തിൽ ഇരുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കഥ ഉണ്ട്. അപ്പോൾ ആ ഭാഗമായിട്ടാണ് സുബ്രഹ്മണ്യനെ നാഗമായിട്ട് ഗണപതിയുടെ അടുത്തൊക്കെ പ്രതിഷ്ഠ ഉള്ള സംഭവം അങ്ങനെ സുബ്രഹ്മണ്യനായിട്ടാണ് സങ്കല്പിക്കുക. ഗണപതിയുടെ അടുത്തൊരു സർപ്പവിഗ്രഹം ഉണ്ടെങ്കിൽ നാഗമായിട്ടാണ് അത് മുരുകനാണ്. അപ്പോൾ രൂപമായിട്ടും ഉണ്ടാക്കലുണ്ട്. പിന്നെ അങ്ങനെ നാഗരൂപത്തിലാണ് അങ്ങനെ ഉണ്ടാവും. അപ്പം അത് സുബ്രഹ്മണ്യനാണ് സംഭവം. സർപ്പക്കാവുകളിൽ നാഗവിഗ്രഹങ്ങൾ വെക്കുന്ന സമയത്ത് നാഗത്താമാരുടെ വിഗ്രഹങ്ങൾ വെക്കുമ്പോൾ അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാറില്ല. പക്ഷെ എല്ലാ സർപ്പങ്ങളും ഒരുപോലെയാണ്, എന്നാൽ അതിൽ വ്യത്യാസങ്ങളുണ്ട്. അതെങ്ങനെയാണ്? അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നാഗരാജാവ്, നാഗേച്ചി, അതേപോലെ തന്നെ നാഗരാജാവ് എന്നൊക്കെ പറയുമ്പോൾ മുമ്പിൽ ഒരു ശിവലിംഗമായിട്ടുള്ള സങ്കല്പത്തിൽ അതിൻ്റെ തലകളെ എണ്ണം കൂടുതലുണ്ടാവും. അപ്പോൾ നാഗേഷിക്ക് അതേപോലെ തന്നെ രൂപമായിട്ട് പാമ്പിനെ പിടിച്ചിട്ടുള്ള രൂപമാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ നാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മണിനാഗം, അഞ്ജനമണിനാഗം, പിന്നെ കരിനാഗം കൊണ്ട് ഉണ്ടാവും. ഈ കരിനാഗം എപ്പോഴും സെപ്പറേറ്റ് ഒരു തടയുമ്പോഴാണ് ഇരിക്കേണ്ടാവുക. അപ്പോൾ നമ്മൾ കരിനാഗമായിട്ട് നമുക്കറിയാം കരിനാഗം. മറ്റത് ഈ മണിനാഗം, അഞ്ജനമണിനാഗം ഒന്ന് ആണും ഒന്നും പെണ്ണുമാണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വലത്തോട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മണിനാഗം, മറ്റത് ഇടത്തോട്ടുള്ളത് അഞ്ജനമണിനാഗമായിട്ട്. ചേട്ടാ, അപ്പൊ ഇതാണ് നേരത്തെ പറഞ്ഞത് കുടുംബക്ഷേത്രങ്ങളിൽ വെച്ച് ആരാധിക്കാനായിട്ടുള്ള വാൽക്കണ്ണാടി വിഗ്രഹം. വാൽക്കണ്ണാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ രൂപം ഇന്നതാന്ന് നമുക്ക് നിശ്ചയമില്ലാത്തൊരു സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ദേവിമാരെ ഇപ്പോൾ ആരാധിച്ചിട്ടുണ്ടാവും. ഈ ആ രൂപത്തിൽ നമ്മൾ ഇന്നതേന്ന് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ വരാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ വാൽക്കണ്ണാടി രൂപത്തിലാണ് കൂടുതലും പ്രതിഷ്ഠിക്കുക. ഇപ്പൊ രൂപത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ നമുക്ക് ചെയ്യണതിനെക്കാട്ടും കമ്മിയ ആരാധനകൾ മതി വാൽക്കണ്ണാടിയായിട്ട് ചെയ്യുമ്പോഴത്തേക്കും. മറ്റേതിന് കുറച്ച് അഭിഷേകവും കാര്യങ്ങളൊക്കെ ഒരുപാട് സംഭവം ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ കുടുംബക്ഷേത്രത്തിൽ മിക്കവാറും വാൽക്കണ്ണാടികളാണ് കൂടുതലും വെക്കാറ് കുടുംബത്തിലൊക്കെ. പിന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ മാത്രം വിഗ്രഹങ്ങളൊക്കെ കൂടുതൽ വെക്കലുള്ളൂ. പക്ഷെ എല്ലാം വെക്കലുണ്ടെങ്കിലും ഇപ്പൊക്കെ എല്ലായിടത്തും എല്ലാം ആവാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രൂപം ഇന്നതും നിശ്ചയമില്ലാത്തൊരു അവസ്ഥയൊക്കെ വരാം. ദേവിയാണെന്നറിയാം. ദേവിയുടെ ശരിക്കുള്ള ഭാവങ്ങൾ ചിലപ്പോൾ കിട്ടാതെ വരുമ്പം ഇങ്ങനെ വാൽക്കണ്ണാടി രൂപത്തിൽ പ്രതിഷ്ഠിക്കാറുണ്ട്. ഒരു മൺതണ്ട് എടുത്തിട്ട് അതിനെ നടുവ് ഒളിച്ചിട്ട് ഒരു തല ചെത്തി കുറിപ്പിച്ച് മറ്റേ തല പരത്തിയിട്ടും എന്നിട്ട് അതിൻ്റെ ഒരു വടിയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എത്ര വട്ടം വേണമെങ്കിലും നമുക്ക് കിട്ടും. അതാണ് ഇങ്ങനത്തെ പണ്ട് കാലത്തുണ്ടായിരുന്ന കോമ്പസ് വൃത്താണ്. ഇതുകൊണ്ടാണ് വൃത്തങ്ങളൊക്കെ വരയുക. വൃത്തം വീശലൊക്കെ ഇതുകൊണ്ടാണ്. അതുപോലെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ബ്രഷ് ഒക്കെ എങ്ങനെയാണ്? ബ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചകിരി പൊളിച്ചിട്ട് അതിന്റെ ഒരു തലപ്പ് മാത്രം ചെത്തിയെടുക്കും. അതിന്റെ എന്നിട്ട് തലപ്പ് ചതയ്ക്കും. അതാണ് നമ്മൾ ബ്രഷായിട്ട് പൊടി തട്ടാനൊക്കെ ഉപയോഗിച്ചിരുന്നത്. അതാണ്. അതുപോലെ തന്നെ ശിവലിംഗത്തിന്റെ വലിപ്പത്തെയും കാര്യങ്ങളും അതിന്റെ കണക്കുകളും കാര്യങ്ങളും എങ്ങനെയാണ്? ശിവലിംഗം നമ്മൾ പറഞ്ഞ സാധാരണ ഒരു ക്ഷേത്രത്തില് ശിവലിംഗത്തിന് മറ്റുള്ള സംഭവത്തിനൊക്കെ ഒരു മുഴക്കോലിൽ നിന്ന് നമ്മളൊരു അളവുണ്ടാക്കി വരുമ്പോൾ ശിവലിംഗത്തിന്റെ ഉയരം തന്നെയാണ് മുഴക്കോലയിൽ സങ്കല്പിച്ചിട്ടാണ് ശിവലിംഗത്തിന്റെ അളവുണ്ടാക്കുക. ശിവലിംഗത്തിന്റെ ഒരു അളവുണ്ടാക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഉയരം മൊത്തം ഒരു മുഴക്കോലിനെ അംശിക്കണമാതിരി അംശിക്കണം. എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ അതിന്റെ വണ്ണവും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. അങ്ങനെയാണ്. അത് ശിവലിംഗത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ്. അതുപോലെ ശിവന്റെ അമ്പലത്തിന് മാത്രമല്ല പൂർണ്ണമായിട്ട് പ്രദർശനം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉള്ളത്. പൂർണ്ണമായിട്ട് ആളെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നർത്ഥം. അത്രയും അപാര സംഭവം ശിവലിംഗത്തിന് 3 ഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും നമ്മൾ പുറമെ കാണുന്ന ഭാഗമാണ് ഉരുണ്ട ഭാഗം കാണുന്നത്. അതാണ് മഹാദേവനായിട്ട് ഉള്ളത്. അതിൻ്റെ താഴെ പീഠത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഭാഗം പെട്ടുപെട്ടായിരിക്കും. അത് വിഷ്ണുവാണ്. അതിന്റെ അടിയിൽ ചതുരത്തിലിരിക്കുന്നത് ബ്രഹ്മാവാണ്. ഈ ത്രിമൂർത്തികളും പ്രദാനം ചെയ്യുന്നതാണ് ശിവലിംഗം. ശിവപ്രതിഷ്ഠ എന്ന് പറയുന്നതിൽ ഈ മൂർത്തികൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതില് ഏറ്റവും അടിഭാഗത്ത് നമ്മൾ ഭൂമിയിൽ മണ്ണിൽ നിൽക്കുന്ന ഭാഗം ബ്രഹ്മാവാണ്. പിന്നെ അവിടെ നമ്മൾ പീഠത്തിന്റെ ഉൾഭാഗം വിഷ്ണുവാണ്.
അതിന്റെ മേൽഭാഗത്തുള്ള മാത്രമാണ് നമുക്ക് കാണുള്ളൂ. ശിവലിംഗത്തിന് മൊത്തം അതിന്റെ 3 ഇരട്ടിയോളം ഉയരണ്ടാവും. പുറത്തേക്ക് കാണുന്നതിൻ്റെ 3 ഇരട്ടി ഏകദേശം ഉയരണ്ടാവും. ഇതൊരു ശിവലിംഗമാണ്. ഇതിന്റെ പൂജാഭാഗം എന്ന് പറയുന്നത് ഇവിടുന്ന് ഇതുവരെ ഉള്ളൂ. ഇത്രയും ഭാഗം അതിന്റെ പീഠത്തിന്റെ ഉള്ളിൽ വരുന്ന ഭാഗമാണ്. ഇത് ഭൂമിയിലേക്ക് താഴ്ന്ന ഭാഗമാണ്. ഇത് ബ്രഹ്മാവ്, ഇത് വിഷ്ണു, ഇത് ശിവൻ. ഇതതിന്റെ മണിരേഖയാണ്. ഇത് അംശിച്ചിട്ടാണ് ഈ രേഖ വരയ്ക്കുന്നത്. ക്ഷേത്രങ്ങളിൽ നാം തൊഴുതു നിൽക്കുന്ന ഓരോ വിഗ്രഹത്തിന് പിന്നിലും ഇവരുടെ കഠിനാധ്വാനമുണ്ട്. വേണ്ടപ്പെട്ട അംഗീകാരം ലഭിക്കാത്ത ഈ കലയെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ കടമയാണ്.